ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6 കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്ന് ഒപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷെ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു. അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20-അംഗ NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എൻബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും. വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തുനിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും, ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം, ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കേരള PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19-ന് തുടക്കമാകും. മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30-ന് നടക്കും. സെപ്റ്റംബർ 4-നാണ് അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴിയെത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. aranmula.boatrice.com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071-ലും നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7 കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി T സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.